കർത്താവിന് മഹത്വം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി അസാധ്യങ്ങൾ സാധ്യമാണ് എന്താണ് തിരുവെഴുത്തുകൾ നമ്മോട് പ്രസ്താവിക്കുന്ന ദൂതുകൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1, ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു. 2, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകും. 3, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. 4, പ്രാർത്ഥനയാൽ സകലവും സാധ്യം. പരിശുദ്ധാത്മാവ് നൽകിയ ഈ സന്ദേശം ഏവർക്കും അനുഗ്രഹമായി തീരും. നമ്മുടെ ദൈവം എന്നും അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു. അടുത്തത്, മനുഷ്യനിൽ അസാധ്യം, എന്നാൽ അത് ദൈവത്താൽ സാധ്യമാകുന്നു. നാം വീണ്ടും ആവർത്തിച്ച് തിരുവെഴുത്തുകൾ കാണുന്നു. വിശ്വസിക്കുന്നവന് സകലതും കഴിയും. ഓൾ തിങ്സ് ആർ പോസിബിൾ. സകലവും സാധ്യമാണ് പ്രാർത്ഥിക്കുന്നവന്, അല്ലെങ്കിൽ പ്രാർത്ഥനയാൽ സകലവും സാധ്യം. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നമുക്കിത് വിശ്വസിക്കാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18:14 ചോദിക്കുന്നത്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? സർവശക്തനായ ദൈവം അബ്രഹാമിനോട് ചോദിക്കുന്നതാണ്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോ? നമുക്ക് അബ്രഹാമിനെ സംബന്ധിച്ച്, സാറയെ സംബന്ധിച്ച് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, ഇരുവരും വയസ്സ് ചെന്ന് വൃദ്ധരായി തീർന്നു. ആശകളെല്ലാം അവസാനിപ്പിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ വാഗ്ദത്തം മാത്രമേ ഉള്ളൂ. രണ്ടുപേരെ ശരീരം അനുകൂലമല്ല. ഇനിയും ദൈവം പറഞ്ഞ പോലെ സാറയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാവുവാൻ യാതൊരു സാഹചര്യങ്ങളും മനുഷ്യമായി അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായി സാധ്യമല്ല. അവിടെയാണ് ദൈവം ചോദിക്കുന്നത്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇവിടെ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിക്കുവാൻ ദൈവസ്ഥൽ സമർപ്പിക്കുന്ന അബ്രഹാം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൽ ആശ വെക്കുവാൻ ആത്മാവിൽ ഉറപ്പിക്കപ്പെടുന്ന അബ്രഹാം. പ്രിയരെ, ഇവിടെ മനുഷ്യബുദ്ധിയിൽ ഒരു സാധ്യതകളുമില്ല, പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. നമുക്ക് സ്വാഭാവികമായി ഈ വർത്തമാനം കേൾക്കുമ്പോൾ ചിരി ഉണ്ടാകും. കാരണം ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ അറിവ് കൊണ്ടോ ലഭ്യമായ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ ഒരിക്കലും ഇനിയൊരു അത്ഭുതം ഈ കുടുംബത്തിൽ, ഈ കൂടാരത്തിൽ, ഈ ശരീരത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അവിടെയാണ് ദൈവം വീണ്ടും വീണ്ടും പറയുന്നു, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവത്തിന്റെ സമയം വരെ കാത്തിരിക്കുവാനുള്ള ഒരു നിർബന്ധം, നിയോഗം അബ്രഹാമിനും സാറയ്ക്കും വീണ്ടും ദൈവത്തിന്റെ ദൂതന്മാരെ അയച്ച് അവസാനത്തെ ഒരു ദൈവിക ഇടപെടൽ എന്ന രീതിയിൽ അടുത്ത വർഷം, ഇതുവരെ അങ്ങനെ ഒരു വാഗ്ദത്തം, ഒരു പ്രോമിസ് നൽകിയില്ല. 75-ാമത്തെ വയസ്സിലും അല്ലെങ്കിൽ എന്റെ സ്വത്തിന്റെ മൊത്തം അവകാശി, ഭൗതിക നന്മകളുടെ അവകാശി ദമശ്ശേക്കുകാരനായ എലയാസർ ആകും എന്ന് താൻ വിചാരിച്ചപ്പോഴും അടുത്ത വർഷം എന്ന് കർത്താവ് പറഞ്ഞു, ഇസ്മായിൽ എന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് താൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴും വാഗ്ദത്ത സന്തതി അടുത്ത വർഷം ഉണ്ടാകുമെന്ന് ദൈവം ഒരിക്കലും അരുളി ചെയ്തില്ല. ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എന്ന് അബ്രഹാം ഒരു പിറുപിറുപ്പോടെ തന്റെ അവിശ്വാസത്തിന്റെ വർത്തമാനം പലപ്പോഴും പ്രകടിപ്പിച്ചപ്പോഴും ഇപ്രകാരം ഒരു പ്രോമിസ് അടുത്ത വർഷമെന്ന് ഒരിക്കലും ദൈവം അബ്രഹാമിന് മുമ്പിൽ വെച്ചില്ല. എന്നാൽ നാം അവസാനിപ്പിക്കുന്നിടത്ത്, നാം നിർത്തുന്നിടത്ത്, നാം ഇല്ലെന്ന് പറയുമ്പോൾ, ഇനി ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ, എല്ലാ സാഹചര്യങ്ങളും അസ്തമിച്ചു, കാര്യങ്ങളൊന്നും അനുകൂലമല്ല എന്ന് ഒരു തീരുമാനത്തിലെത്തിയ ആ സമയത്താണ് ഒരു ദൈവിക ഇടപെടൽ, ഒരു ദൈവിക സന്ദർശനം അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് ഉണ്ടായത്. കൗണ്ട് ഡൗൺ തുടങ്ങി. ഇനി 10 മാസം വെയിറ്റ് ചെയ്താൽ മതി. ആ വാഗ്ദത്തം കൃത്യമായി അബ്രഹാമിന്റെ മടിയിലേക്ക്, ആ കൂടാരത്തിലേക്ക് എത്തുവാൻ പിന്നെ കാലങ്ങൾ, സമയങ്ങൾ, വലിയൊരു സംവത്സരം വേണ്ടി വന്നില്ല. ചില നാളുകൾ മാത്രമേ അതിനാവശ്യമായി വന്നു. വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം 1:37 ദൈവത്തിന് ഒരു കാര്യവും സാധ്യമല്ലല്ലോ. ഒരു കാര്യം, വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിന്റെ ജനനം സംബന്ധിച്ച് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. സന്താനോൽപാദന ശേഷിയുള്ള ഗർഭപാത്രമാണെങ്കിലും പുരുഷബന്ധം കൂടാതെ വിശുദ്ധ പ്രജ ഇവിടെ ഗർഭം ധരിക്കുന്നു. പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വരികയും അത്യുന്നതിന്റെ ശക്തി അവളുടെ മേൽ അധിവസിക്കുകയും ചെയ്തപ്പോൾ അവളിൽ ദൈവം മനുഷ്യനായി ജനിച്ചു. വാഗ്ദത്ത മശികയെ ലോകത്തിന് നൽകുവാൻ ദൈവം മറിയെ തെരഞ്ഞെടുത്തു. ആ സഹോദരി ഇപ്രകാരമാണ് പ്രതിവചിച്ചത്, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഒരു മശിക അല്ലെങ്കിൽ ഒരു അഭിഷക്തൻ പുറത്തു വരുവാൻ മറിയുടെ മേൽ ദൈവശക്തി വന്നു. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു. അവിടെ തന്റെ പുത്രനായ ക്രിസ്തു ഭൂമിയിലേക്ക് വരുവാൻ ആദാമിനെ സൃഷ്ടിച്ചതുപോലെ മണ്ണിൽ നിന്നോ ഹൗവയെ സൃഷ്ടിക്കുവാൻ ആദാമിന്റെ ശരീരത്തിൽ നിന്ന് എടുത്ത എല്ലിൽ കൂടി ഒരു സ്ത്രീയെ രൂപപ്പെടുത്തി ഫോം ചെയ്തെടുത്ത പോലെ അപ്രകാരമുള്ള ഒരു സൃഷ്ടിയല്ലായിരുന്നു തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുവാൻ തീർത്തും അസാധ്യമായ, ലോകപ്രകാരം ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത ഒരു അവതാരം, ഇൻകാർണേഷൻ. ആദാമിന്റെ ക്രിയേഷൻ ആണെങ്കിൽ ഹൗവയെ നിർമ്മിക്കുവാൻ ഫോർമേഷനായി എല്ലിൽ നിന്ന് അല്ലെങ്കിൽ വാരിയെല്ലിൽ നിന്ന് ഹൗവ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ പുത്രനായ യേശു ലോകത്തിൽ വരുവാൻ മറ്റൊരു മീഡിയം, അവിടെ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവത്തിന്റെ അത്ഭുതമായ ഇടപെടൽ മറിയുടെ മേലുണ്ടായി. നാം ഇന്ന് പഠിച്ചത് ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു. അടുത്തത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യവുമല്ല. പ്രിയരെ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വാസത്തിന് മുമ്പിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഇത് കേവലം ഒരു പഴയ കഥയല്ല, അല്ലെങ്കിൽ ഒരു പഴഞ്ചൻ ആശയമല്ല. ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കും. നമുക്ക് ദൈവസ്ഥനിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ജീവിത അനുഭവങ്ങൾ മുഴുവൻ പുതുതാക്കുവാൻ, നവീകരിക്കുവാൻ, മഹത്വമാക്കി തീർക്കുവാൻ, അനുഗ്രഹമാക്കി തീർക്കുവാൻ കർത്താവിന് ഇന്നും കഴിയും. നമ്മുടെ ജീവിതത്തിലെ കേടുപാടുകൾ, അപാകതകൾ, പോരായ്മകൾ, വൈകല്യങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ എന്ത് പരിഹരിക്കുവാൻ ക്രിസ്തുവിന് കഴിയും. അത് ശരീരത്തിന് ബലഹീനതയാകട്ടെ, നിർജ്ജീവത്വമാകട്ടെ, അല്ലെങ്കിൽ നമുക്ക് കഴിയാത്ത ഏത് മേഖലകളും സർവശക്തിയുള്ള ദൈവം സർവ്വബലവനായി, സർവജ്ഞാനിയായി, സർവ്വവ്യാപിയായി ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നു. വിശ്വസിക്കാം, ദൈവപ്രവൃത്തി കാണാം. ദൈവം നമ്മെ സഹായിക്കും.